ഹലോ എവരിവൺ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഹെൽത്തി ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ആർക്കും ഒരു അസുഖങ്ങളും ഉണ്ടാവരുതേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. ഇന്നും ഒരു ഉഗ്രൻ ടിപ്പുകളാണ്. നമ്മുടെ വീട്ടിൽ സാധാരണ കിട്ടുന്ന ഐറ്റങ്ങൾ കൊണ്ടിട്ട്, സാധാരണ നമ്മുടെ വീട്ടിൽ വേസ്റ്റാക്കി കളയുന്ന ഐറ്റങ്ങൾ കൊണ്ടിട്ട് വളരെ ഫലപ്രദമായ രീതിയിൽ മുടി കൊഴിച്ചിലും മുടി പൊട്ടലും താരനും ഒന്നും വരാതെ കാത്തു സൂക്ഷിക്കുന്ന അല്ലെങ്കിൽ നല്ലൊരു ബലം നൽകുന്ന 2 ടിപ്സാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. സോ ഇതിനു മുമ്പേ ഞാൻ ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കാണാത്തവരാണെന്നുണ്ടെങ്കിൽ അതൊന്ന് തീർച്ചയായിട്ടും ഒന്ന് കാണുക. ഇതിലേതെങ്കിലും ഒരു പാക്ക് നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. കൃത്യമായിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. അതായത് മുടി കൊഴിച്ചിലും ഈ വക സംഭവങ്ങളൊക്കെ കുറഞ്ഞ് നല്ലൊരു ആരോഗ്യത്തോടു കൂടിയുള്ള മുടി ഉണ്ടാവാനായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴും ഒരു കാര്യം ഓർമ്മപ്പെടുത്താണ്, എൻ്റെ തലയിൽ മുടി പോയപ്പോഴാണ് ഈ വക സംഭവങ്ങൾ നമ്മൾ കണ്ടുപിടിച്ചതും അല്ലെങ്കിൽ ഈ വക സംഭവങ്ങൾ പരീക്ഷിച്ചതും അതിൽ ഏറ്റവും നല്ല റിസൾട്ട് കിട്ടിയ കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കീപ് വാച്ചിങ്. ആദ്യമായി പറയാനായിട്ടുള്ള സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറിവേപ്പില മുടിക്ക് നല്ല ആരോഗ്യം നൽകുന്ന, നല്ല ബലം നൽകുന്ന ഒരു സംഭവമാണ്. ഇതായത് അറ്റം പൊട്ടുക അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ടാവാണ്ട് നമുക്ക് മുടിക്ക് നല്ല ബലം കിട്ടാനായിട്ട് ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരു സംഭവമാണ് കറിവേപ്പില. അതൊന്നുകിൽ നമുക്ക് കറിവേപ്പിലയും അതുപോലെ തൈരും, നമ്മുടെ കട്ട തൈര് കിട്ടുമല്ലോ, ആ തൈരും കൂടെ മിക്സ് ചെയ്തിട്ട് നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്ത് നമുക്കൊരു പാക്കായിട്ട് തലയിൽ യൂസ് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറിവേപ്പില എടുക്കുക, കുറച്ച് വെള്ളം ഒഴിക്കുക, നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുക. അതിനുശേഷം അതൊന്ന് അരിച്ച് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ വെള്ളം തലയിലേക്ക് തലയോട്ടിയിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുക. സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനുശേഷം നോർമൽ ആയിട്ടുള്ള വളരെ മൈൽഡ് ആയിട്ടുള്ള ഷാംപൂ യൂസ് ചെയ്തിട്ട് കഴുകി കളയുക. ഷാംപൂ യൂസ് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, കാരണം വെള്ളമാണ്, നമ്മൾ പാക്കല്ല യൂസ് ചെയ്യുന്നത്. പാക്കായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതായത് തൈരും കറിവേപ്പിലയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ തലയിൽ തേക്കുന്നത് എന്നുണ്ടെങ്കിൽ മൈൽഡ് ഒരു ഷാംപൂ യൂസ് ചെയ്ത് കഴുകിക്കളയുന്നതാണ് നല്ലത്. അല്ലാതെ വെറുതെ അരച്ചിട്ട് നമ്മുടെ വെള്ളം, അതായത് കറിവേപ്പില വെള്ളത്തിലിട്ട് അരച്ചതിന് ശേഷം അരിച്ചെടുക്കുമ്പോൾ കിട്ടുന്ന വെള്ളം മാത്രമാണ് നമ്മൾ തലയിൽ തേക്കുന്നതെങ്കിൽ പിന്നെ ഒരു 15-20 മിനിറ്റ്സ് കഴിയുമ്പോഴത്തേക്ക് വെറുതെ നല്ല ഫ്രഷ് വെള്ളത്തിൽ കഴുകി കളഞ്ഞാൽ മതി. ഏറ്റവും കൂടുതൽ മുടി കൊഴിച്ചിൽ തടയാനായിട്ട് സഹായിക്കുന്ന അല്ലെങ്കിൽ നല്ല ബലം നൽകുന്ന നല്ലൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഗൈസ് ഈ ഒരു കറിവേപ്പില എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. വീക്കിലി ഒരു 2 ടൈംസ് നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങളൊന്ന് കീപ്പപ്പ് ചെയ്യുമ്പോഴേക്ക് നിങ്ങൾക്കൊരു 1 മാസം യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് തന്നെ നിങ്ങൾക്ക് അതിൻ്റെ മാറ്റം കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. രണ്ടാമതായിട്ട് പറയാനായിട്ടുള്ളത്, നമ്മളെല്ലാവരും ചോറ് കഴിക്കുന്ന ആൾക്കാരാണ്. എല്ലാവരും ചോറ് കഴിക്കുന്നുണ്ട്. നാട്ടിലുള്ള എല്ലാ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ചോറ് കഴിക്കുന്നുണ്ട്. നമ്മൾ ചോറ് ഊറ്റുമ്പോഴത്തേക്ക് കഞ്ഞിവെള്ളം ഉണ്ടല്ലോ, ആ കഞ്ഞിവെള്ളം കളയണ്ട, ഇനി മുതൽ എടുത്ത് വെച്ചേക്കുക. ഓക്കെ, കഞ്ഞിവെള്ളം അതെങ്ങനെ എടുക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചോറ് വെക്കുമ്പോഴത്തേക്ക് ഉപ്പിടാതെ ചോറ് വെക്കുക. എന്നിട്ട് നമുക്ക് ഉപ്പ് ആവശ്യത്തിന് വേണമെന്നുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ചോറ് കഴിക്കുന്ന സമയത്ത് ഉപ്പ് ലേശം ഒന്ന് തൂക്കിയിട്ട് ചോറ് കഴിക്കാം. അപ്പോൾ ഉപ്പിൻ്റെ ചോറിൻ്റെ ഒരു ടേസ്റ്റും കിട്ടും. ഉപ്പില്ലാത്ത ചോറ് കഴിച്ചൊരു പ്രതീതി വേണ്ട. അപ്പോൾ ചോറുണ്ടാക്കി കഴിയുമ്പോൾ ഉപ്പിടാതെ ചോറുണ്ടാക്കിയിട്ട് ആ കഞ്ഞിവെള്ളം എടുത്തിട്ട് നേരത്തോട് നേരം കഴിയുന്നത് വരെ അനക്കാതെ വെച്ചേക്കുക. നേരത്തോട് നേരം ഇൻ ദ സെൻസ്, ഇപ്പം ഇന്ന് ഉച്ചയ്ക്ക് നിങ്ങൾ 12 മണിക്കാണ് കഞ്ഞിവെള്ളം എടുത്ത് വെക്കുന്നതെങ്കിൽ നാളെ 12 മണിക്ക് ശേഷമേ അത് യൂസ് ചെയ്യുക. അപ്പോൾ ഒരു നേരത്തോട് നേരം കഴിയുമ്പോഴത്തേക്ക് ഒരു ചെറിയ സ്മെല്ല് ഉണ്ടാവും, അത് കാര്യമാക്കണ്ട. പക്ഷെ അത് ഡെയിലി നിങ്ങളിത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നല്ല കിടിലൻ എഫക്റ്റാണ്. ഇത് നിങ്ങൾക്ക് ശരിക്കും അറിയണമെന്നുണ്ടെങ്കിൽ വീട്ടിൽ നല്ല പ്രായമായ ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ അടുത്തൊന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അവർ പറഞ്ഞുതരും കഞ്ഞിവെള്ളത്തിൻ്റെ ഗുണം എന്താണെന്നുള്ളത്. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ യൂട്യൂബിലൊക്കെ കയറിയിട്ട് കൊറിയൻ ഗേൾസ് യൂസ് ചെയ്യുന്ന ഒരു സംഭവമുണ്ട്, അത് ഈ കഞ്ഞിവെള്ളമാണ് സംഭവം. അവർ മെയിൻലി കാണിക്കുന്നത് അരി കഴുകിയിട്ട് വെള്ളം എടുക്കുന്നതാണ്. പക്ഷെ നമുക്ക് അരി കഴുകി വെള്ളം എടുക്കുക എത്രത്തോളം പോസിബിൾ ആണെന്ന്, നമുക്ക് അതിനകത്ത് എന്ത് കെമിക്കൽസ് ഒക്കെയാണ് ആഡ് ചെയ്തതെന്ന് നമുക്ക് പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ അത് കാരണം കുക്ക് ചെയ്തതിന് ശേഷം കഞ്ഞിവെള്ളം എടുത്തിട്ട് വെച്ചേക്കുക. നേരത്തോട് നേരം കഴിഞ്ഞിട്ട്, അതായത് 24 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം അത് യൂസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കുളിക്കുന്നതിന് ഒരു 20 മിനിറ്റ്സ് മുന്നേ തലയിൽ നന്നായിട്ട് ഈ കഞ്ഞിവെള്ളം എടുത്തങ്ങോട്ട് തേക്കുക. നന്നായിട്ട് തേക്കുക, ഇങ്ങനെ ഉരയ്ക്കാനല്ല, എടുത്ത് തേച്ചിട്ട് നമ്മളൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. നമ്മൾ നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് തലയിലെ രക്തഓട്ടം കൂടും.
മുടിക്ക് ബലം കിട്ടും, മുടി പൊഴിച്ചിലും പൊട്ടലും ഒക്കെ നിൽക്കും. അപ്പോൾ എല്ലാ ദിവസവും ചെയ്യുക. എല്ലാ ദിവസവും നമ്മൾ എന്തായിരുന്നാലും ചോറ് കഴിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ ദിവസവും കഞ്ഞിവെള്ളം അമ്മയുടെ അടുത്ത് പറയുക, പാറ്റി വെച്ചേക്കാനായിട്ട് പറയുക, കുറച്ചെടുത്ത് മാറ്റി വെക്കുക, എന്നിട്ട് അത് കൃത്യമായിട്ട് യൂസ് ചെയ്യുക. എല്ലാ ദിവസവും യൂസ് ചെയ്യുക. അപ്പോൾ ഇപ്പോൾ ഇന്ന് എടുത്തത് നാളെ യൂസ് ചെയ്തിട്ട് അതിൻ്റെ അടുത്ത ദിവസം യൂസ് ചെയ്യാമെന്ന് വിചാരിക്കേണ്ട. ഒരു ദിവസത്തെ മാത്രമേ പറ്റത്തുള്ളൂ. അത് പിന്നെയും താമസിച്ച് കഴിഞ്ഞാൽ അത് പഴകിപ്പോവും. അപ്പോൾ അത് യൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഒരു ദിവസം ഇപ്പോൾ ഇന്ന് കഞ്ഞിവെള്ളം വെച്ചാൽ നാളെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഉപ്പിടാതെ ചോറ് വെച്ചിട്ട് ആ കഞ്ഞിവെള്ളം ഊറ്റിയെടുത്ത് വേണം നിങ്ങൾ യൂസ് ചെയ്യാനായിട്ട്. സോ അത് യൂസ് ചെയ്ത് നിങ്ങൾ ഒരു മാസം കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ നോക്കും, നിങ്ങൾക്ക് നല്ല റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ വിചാരിക്കുന്ന സംഭവം നിങ്ങൾക്ക് കിട്ടും. പുതിയ മുടി വരുമെന്നല്ല, പക്ഷേ നമ്മുടെ ഉള്ള മുടി പോവാണ്ട് നമുക്ക് പിടിച്ചു നിർത്താനായിട്ട് സാധിക്കും. ആൻഡ് നമ്മൾ ഈ പൊഴിഞ്ഞു പോകുന്ന സ്ഥലത്തുനിന്ന് ചെറിയ ചെറിയ മുടികൾ കിളിർത്ത് വരുന്ന മുടികൾക്ക് നല്ല ബലം കിട്ടാനായിട്ടും ഈ ഒരു സംഭവം, ഈ ഒരു ട്രീറ്റ്മെൻറ്റ് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിസൾട്ട് നന്നായിട്ട് കിട്ടുകയും ചെയ്യും. ഉറപ്പാണ് ഗൈസ്. ട്രൈ ചെയ്ത് നോക്കി ഒരു മാസം കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ആ റിസൾട്ട് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. സോ ഈ ഒരു 2 ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുള്ളൂ. കമൻറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ അതിന് റിപ്ലൈ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ നിങ്ങൾ മെസ്സേജ് അയച്ചോളൂ. ഞാൻ എല്ലാത്തിനും റിപ്ലൈ ചെയ്യാം. അഥവാ മിസ്സായപ്പോൾ ഒന്നുകൂടെ ഒന്ന് റിമൈൻഡ് ചെയ്താൽ കേട്ടോ. ഞാൻ എന്തായാലും നല്ല റിപ്ലൈ ചെയ്യാം. കാരണം ഒരുപാട് മെസ്സേജസ് വരുന്നുണ്ട്. എന്നെ കൊണ്ടാവുന്ന എല്ലാ മെസ്സേജസിനും റിപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. സോ അപ്പോൾ കഞ്ഞിവെള്ളവും കറിവേപ്പിലയും 2 സാധനം മറക്കണ്ട. ട്രൈ ചെയ്തിട്ട് റിപ്ലൈ അയക്കുക. ട്രൈ ചെയ്യാണ്ട് റിപ്ലൈ അടിക്കരുത്. നിങ്ങൾ ഒരു പ്രാവശ്യം ചെയ്തു എന്ന് പറഞ്ഞിട്ട് നാളെ റിസൾട്ട് കിട്ടണമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കരുത്. കുറച്ച് ദിവസം ഒന്ന് കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യൂ, നിങ്ങൾക്ക് റിസൾട്ട് ഉറപ്പായിട്ടും ഉണ്ടാവും. സോ നമുക്ക് മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ചിൽഡ്രൻ ടേക്ക് കെയർ ആൻഡ് മഅസ്സലാമ.